ഹലോ ഗായ്സ്. ഇന്നലെ ഫ്രണ്ട്സ് തന്നു ഡിന്നറിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. പക്ഷെ നല്ലതായിരുന്നു. ഞാനൊരു 2 സ്റ്റേക്ക് ഷോൾഡർ ചോപ്സ് കഴിച്ചു. ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി. എഴുന്നേറ്റപ്പോൾ 5:30 പിന്നെ കട്ട്ലറ്റിൻ്റെ കണക്കുമായിരുന്നു. ഷോൾഡറിനോട് ചെറിയ വേദന പോലെയൊക്കെ ഉണ്ട്. സോ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ജിമ്മിലോട്ട് പോകണം. ഒരു പോർഷൻ ഉണ്ടാക്കി കുടിച്ചിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്. സോ ഇന്ന് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബാക്കും ബൈസെപ്സോടെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ കാണാം. ഗായ്സ് നല്ല കാറ്റാണെന്ന് ഇവിടെ. എന്തായാലും നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിപ്പോൾ മഴയാണേലും കാറ്റാണേലും നമ്മൾ പോയേ പറ്റൂ. എന്നാലും പോയേ പറ്റൂ നമുക്ക്. ഓക്കെ, നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമുക്ക് മടിയുണ്ട്, അത് മനുഷ്യരാണ്, മനുഷ്യർക്ക് മടി വരും. മടിയുള്ള ദിവസം ഞാൻ പോകത്തില്ല. പക്ഷെ ഞാനിപ്പോൾ എന്നെ തന്നെ പുഷ് ചെയ്യാണ് കുറേയൊക്കെ. മടിയുള്ള അത്രയും മടിയുള്ള ദിവസം നമ്മൾ പോകണ്ട. കാരണം നമ്മൾ ജീവിക്കുന്നതിനാണ്, നമ്മുടെ ഇഷ്ടത്തിന്. നമ്മൾ അത്ര സ്ട്രെസ് കൊടുക്കാൻ പാടില്ല ജീവിതത്തിൽ. അത് പോയേ പറ്റൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെ പോവുക. കാരണം അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കൂടെ ബാധിക്കുന്നത്. നമ്മൾ അത്രയും സ്ട്രെസ്സിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു ഡയറ്റോ നമ്മുടെ ലൈഫ് സ്റ്റൈലോ അത്രയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല പാടായിരിക്കും. സോ എൻ്റെ ഒരു ഇത് വെച്ച് പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു വലിയ സ്റ്റഡി ആയിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ എൻ്റെ ഒരു ഇതിന് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയാണ്. പോകണം, താല്പര്യമില്ല പോകാതിരിക്കും. കാരണം നമ്മുടെ ഒരു വെൽബീയിങ്ങിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവുക. പിന്നെ മാക്സിമം ഡയറ്റ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഡയറ്റാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് പോവുകയാണ്. നല്ല മഴയും കാറ്റുമാണ് ഇവിടെ. അറിയില്ല ഗൈസ് എങ്ങനെ പോകും എന്നുള്ളത്. എനിക്ക് നല്ല മടിയായിരുന്നു വർക്കൗട്ട് ചെയ്യാൻ. എന്നാലും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു എനർജിയാണ്. പിന്നെ ഇന്നത്തെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. ഇന്നൊരു നമുക്ക് ചെയ്യാൻ പറ്റാത്ത ടാസ്ക് ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. സോ ഞാൻ നിൽക്കുന്നത് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വിൻഡി സിറ്റി എന്നാ പറയുന്നത്. അത് ന്യൂസിലാൻഡിലെ വിൻഡി സിറ്റി എന്നാ ഇതിനെ പറയുന്നത്. ഭയങ്കര കാറ്റും കൊണ്ട് ഭയങ്കര മടി. എന്തായാലും നമ്മൾ ഇറങ്ങി, നമ്മളിന്ന് ചെയ്തിട്ടേ പോകും. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് ബാക്കും ബൈസെപ്സും ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ബാക്കിൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് സീറ്റഡ് ഡ്രോ ആണ്. സീറ്റഡ് ഡ്രോ ഞാൻ ചെയ്യുന്നത് 5 സെറ്റായിട്ടാണ്. ഞാനതിൽ 2 വാമപ്പ് സെറ്റ്, 3 ഹെവി സെറ്റായിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഇട്ട് മാക്സിമം 12 റെപ്സാണ് എല്ലാ ഇതിലും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 8 to 12 റെപ്സ്, അതിനുള്ളിൽ ഫെയിലിയർ ആകുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മസിൽ ഗ്രൂപ്പിന് 4ഉം 5ഉം വേരിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു മാക്സിമം 3 വർക്കൗട്ട് ഒരു 5 സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല പമ്പാണ്. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ലാറ്റ് പുൾ ഡൗൺ ആണ്. സോ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 5 സെറ്റ് പറ്റാവുന്ന വെയിറ്റ് ഇട്ട് അടിക്കുക. ആദ്യത്തെ 2 സെറ്റ് എപ്പോഴും ഞാൻ വാമപ്പ് സെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ജിമ്മിൽ എൻ്റെ ട്രെയിനറാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞു തന്നത്. സോ എനിക്ക് ആ പുള്ളിയെ പറഞ്ഞ് വർക്കൗട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് കൂടി പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബൈസെപ്സ് ഹാമർ കേളാണ് ചെയ്തത്. സോ ഞാൻ ഒത്തിരി നാളായി ഇപ്പോൾ ബൈസെപ്സ് ഹാമർ കേൾ ചെയ്തിട്ട് നല്ലൊരു പമ്പായിട്ട് എനിക്ക് തോന്നി. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു വർക്കൗട്ട് റൊട്ടീനാണ്. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്നൊന്നുമില്ല. നമ്മൾക്ക് നമ്മുടെ രീതിയിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റായിട്ട് തോന്നുന്നത് അത് അങ്ങനെ ചെയ്യുന്നതാണ്. എനിക്കിതാണ് ആപ്റ്റായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ വർക്കൗട്ട് ചൂസ് ചെയ്യുന്നത്. എനിക്കപ്പം നല്ല ബോഡിക്ക് നല്ല സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കുറച്ചിട്ട് കാര്യമില്ല. നമ്മളെടുക്കുന്ന അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റാണ് ഒഴിവാക്കേണ്ടത്. നമ്മുടെ രോഗങ്ങൾക്കും എല്ലാം മെയിനായിട്ടുള്ള ഒരു കാരണം നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായിട്ടുള്ള യൂസാണ്. സോ കാർബ് കുറയ്ക്കുക, അത് നിങ്ങൾ ആദ്യം ചെയ്യുക. ഗൈസ്, വർക്കൗട്ട് കഴിഞ്ഞ് വന്നു. നമ്മളിനി ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് നമ്മൾ എടുക്കുകയാണ്.
ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 6 ഫുൾ എഗ്സ് ആണ്. സോ ഇത് ഇത്രയും കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ചെയ്തതാണ്. കഴിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗായ്സ്, ഇന്ന് ലഞ്ചിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്നലെ ഡിന്നറിന് ബാക്കി വന്ന പോർക്ക് ചോപ്സ് ആണ്. ഞാനങ്ങനെ ഒന്ന് പുറത്തോട്ട് പോകണം. ഞാൻ ഞങ്ങൾ ഇവിടെ മലയാളി അസോസിയേഷൻ്റെ ഒരു ഓണം പ്രോഗ്രാം നടക്കുന്നുണ്ട് അടുത്ത ആഴ്ച. സോ അപ്പോൾ അതിന് ദേശീയ ഗാനം പാടാനായിട്ട് എന്നെ പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് നല്ലതായതുകൊണ്ടായിരിക്കും. ചുമ്മാ അതുപോലെ ഗ്രൂപ്പായിട്ടാണ്, അപ്പം ചുമ്മാ പോയി ഒന്ന് പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ ദേശീയ ഗാനം മാത്രമല്ല ഇവിടെ പാടുന്നത്, നമ്മൾ ഈ ന്യൂസിലാൻഡിൻ്റെ ദേശീയ ഗാനമുണ്ട്. അത് ഇവിടുത്തെ മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്, മെയിൻ ലാംഗ്വേജ് അല്ല, ഇവിടുത്തെ ഒരു ഇൻഡിജീനിയസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മൗറിയാണ്. മൗറിയുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതോടെ പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഡിന്നറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 ചിക്കൻ ഡ്രം സ്റ്റിക്സും കുറച്ച് യോഗട്ടുമാണ്. സോ ഇത് ഡീപ് ഫ്രൈഡ് എന്ന് പറയാൻ പറ്റില്ല, എയർ ഫ്രൈഡാണ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് മീൽ ഓഫ് ദി ഡേ. ഗായ്സ്, ഞാനൊരു വൈറ്റമിൻ D3 സപ്ലിമെൻറ്റും 2 മഗ്നീഷ്യം ടാബ്ലറ്റും എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ ഇന്ന് സപ്ലിമെൻ്റായിട്ട് എടുത്തേക്കുന്നത്. സോ നമ്മളൊരു സിനിമയ്ക്ക് പോകാനാണ്. ബെത്ലഹേം കുടുംബ ബോളിയുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല പടം വന്നപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട് തിയേറ്ററിലേക്ക്. ഗായ്സ്, ഇതാണ് ഇവിടുത്തെ തിയേറ്റർ. സോ ഇവിടെയാണ് മിക്ക മലയാളം പടങ്ങളും വരുന്നത് ഞങ്ങൾക്ക്. ഗായ്സ്, ബെത്ലഹേം കുടുംബ കണ്ടു. നല്ലൊരു പടം, നല്ലൊരു സിമ്പിൾ ലൈറ്റ് ഹാർട്ടഡ് പടം. പോളി സൂപ്പർ, അമിതാഭ് ബച്ചൻ അതിനേക്കാൾ സൂപ്പർ. നല്ല പടം കേട്ടോ, എല്ലാവരും പോയി കാണണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു പടം, നമ്മൾ ഓണത്തിന് പറ്റിയൊരു പടമാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ പോയി കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേറ്റ് നാളെ വീടിൻ്റെ ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ട്. സോ നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ നാളെ ജിമ്മിൽ പോയിരിക്കും. ഓക്കെ.